ഇന്ത്യയിൽ വാഴ കൃഷി ചെയ്തുവരുന്ന 12 സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവ. വിസ്തീർണത്തിന്റെയും ഉൽപാദനത്തിന്റെയും അടിസ്ഥാനത്തിൽ തമിഴ്നാടാണ് മുൻപന്തിയിലെങ്കിൽ ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത്. ഇത് സാധ്യമായത് ഉയർന്ന ഉൽപാദന ശേഷിയുള്ള കാവൻഡിഷ് ഇനമായ ഗ്രാൻഡനൈൻ ഇനത്തിന്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള തനിവിള കൃഷിയിലൂടെയാണ്. എല്ലാത്തരം വാഴകൾക്കും സമൃദ്ധിയായി വളരാൻ അനുകൂലമായ കാലാവസ്ഥയാണ് കേരളത്തിൽ. അതുകൊണ്ടുതന്നെ കേരളത്തിലെ വാഴ ഇനങ്ങളുടെ ബാഹുല്യം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 40ഓളം ഇനങ്ങൾ കൃഷി ചെയ്യുന്നതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ വീട്ടുവളപ്പുകൾ വാഴയുടെ വിലപ്പെട്ട ജനിതക വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനങ്ങളിലെ വൈവിധ്യവും അനുയോജ്യ കാലാവസ്ഥയും കേരളത്തിന് മുതൽക്കൂട്ടാണെങ്കിലും ഉൽപാദനക്ഷമതയിൽ നമ്മുടെ സംസ്ഥാനം എങ്ങും എത്തിയിട്ടില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വാണിജ്യ ഇനമായ നേന്ത്രന്റെ സ്വാഭാവിക ഉൽപാദനക്കുറവാണ് പ്രധാന കാരണം. കൂടാതെ ഭൂരിഭാഗം കൃഷിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വീട്ടുവളപ്പുകളിലാണ്. വാഴയിലെ ജനിതക വൈവിധ്യം വിശകലനം ചെയ്യാൻ പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇനി പൂർണ്ണമായിട്ടില്ല. 50 വിഭാഗങ്ങളിലായി ഏകദേശം 1000-ന് താഴെ വാഴയിനങ്ങൾ നിലവിലുള്ളതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാഴയുടെ ഉയരം, കാലാവധി, നിറം, കുലകളുടെ ആകൃതി, കുടപ്പന്റെ സ്വഭാവം, പടലകളുടെയും കായ്കളുടെയും ആകൃതി, എണ്ണം, കായ്കളുടെ രുചി തുടങ്ങി അനേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ഉപയോഗക്രമമനുസരിച്ച് വാഴയിനങ്ങളെ പൊതുവെ പഴയിനം, പച്ചക്കറി ഇനം എന്നിങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത്. ഈ രണ്ടാവശ്യങ്ങൾക്കും യോജിച്ച ഇനങ്ങളുമുണ്ട്. വാഴ ഇനങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഒരേ ഇനം പലയിടങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു എന്നതാണ്. പടലകളുടെയും കായ്കളുടെയും എണ്ണത്തിലും ആകൃതിയിലും വ്യത്യാസങ്ങളുള്ള പലതരം നേന്ത്രവാഴകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നു. ചെങ്ങാലിക്കോടൻ, നെടുനേന്ത്രൻ, ചങ്ങനാശ്ശേരി നേന്ത്രൻ, മഞ്ചേരി നേന്ത്രൻ തുടങ്ങിയവ 9.5 മുതൽ 10 മാസങ്ങളിൽ വിളവെടുക്കാൻ പാകമാകുന്നു. ആറ്റുനേന്ത്രൻ, മിൻഡോളി അഥവാ ക്വിന്റൽ നേന്ത്രൻ എന്നിവ ഉയരം കൂടിയവയും 12 മുതൽ 14 മാസത്തിൽ മൂപ്പെത്തുന്ന കാലാവധി കൂടിയ ഇനങ്ങളുമാണ്. പടലകളും കായ്കളും എണ്ണത്തിൽ കൂടുതലുള്ള ഇവ ഉൽപാദനക്ഷമതയിലും മുൻപിലാണ്. വാഴയുടെ വിവിധ ഇനങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും കുറിച്ചാണ് ഇന്ന് കൃഷിദർശൻ ചർച്ച ചെയ്യുന്നത്. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കണ്ണാറയിലുള്ള വാഴ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ PB പുഷ്പലത അവർകളാണ്. കാർഷിക സർവകലാശാല രജിസ്ട്രാർ, വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി, കശുമാവ് ഗവേഷണ കേന്ദ്ര മേധാവി, ഇങ്ങനെ വിവിധ പദവികളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രഗത്ഭയായ വ്യക്തിയാണ്. മാഡം, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കേരളത്തിന് അനുയോജ്യമായ വാഴ ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു പഴവർഗ്ഗ വിളയാണ് വാഴ. അപ്പോൾ ഈ ഒരു കൃഷിയുടെ ചിത്രം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോഴും കേരളത്തിലും ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന് മാഡം ഒന്ന് വ്യക്തമാക്കാമോ? ഇപ്പോൾ വാഴപ്പഴം ഒരു ആഗോള ഭക്ഷ്യവിളയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ. കാരണം 130 രാജ്യങ്ങളിലായിട്ട് ഇതിൻ്റെ കൃഷി നടക്കുകയാണ്. ഒരു ഫലവർഗ്ഗ വിള എന്നതിലുപരി ഇതിനെ ഒരു ഭക്ഷ്യവിളയായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും ഈ ഫലവർഗ്ഗ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വാഴപ്പഴം തന്നെയാണ്. കേരളത്തിൽ 1 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് 8 ലക്ഷം ടൺ ഉൽപ്പാദനം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉയർന്ന ലാഭം തരുന്ന ഒരു ഫലവർഗ്ഗ വിള എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം, ഭക്ഷ്യവിള എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിനെ ആ ഭക്ഷ്യവിള എന്ന് പറയാൻ കാരണം? ഭക്ഷ്യവിള എന്ന് പറയുന്ന കാരണം പ്രത്യേകിച്ചും ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ഇതിനൊരു സുവർണ ഫലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൽ അന്നജത്തിൻ്റെ സോഴ്സ് വളരെയധികമുണ്ട്. അന്നജം അതുപോലെ തന്നെ ഊർജദായകമായ ഫലമാണിത്. ഊർജദായകമെന്ന് പറയുമ്പോൾ
100 ഗ്രാം പഴം കഴിക്കുമ്പോൾ 100 കിലോ കലോറി ഊർജം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിന് 396 മില്ലിഗ്രാം പൊട്ടാസ്യമാണ് ഒരു ആളോഹരി ഒരു പ്രതിദിനം ആവശ്യം വരുന്നത്. ഒരു പഴം കഴിക്കുമ്പോൾ അത്രയും പൊട്ടാസ്യം നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ പോഷകമൂല്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മുൻപന്തിയിലാണ്. ഔഷധ പ്രാധാന്യം ഇതിന് വളരെയധികമാണ്. അപ്പോൾ ഇതൊരു ഭക്ഷ്യവിള എന്ന നിലയ്ക്കാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ചോറും ഗോതമ്പും ഒക്കെ നമ്മൾ കഴിക്കുന്ന വിശപ്പകറ്റാൻ സഹായിക്കുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. മേഡം, നമ്മളിപ്പം പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇനങ്ങളെ കുറിച്ചാണല്ലോ. അപ്പം കേരളത്തിൽ എത്രത്തോളം ഈ ജൈവ വൈവിധ്യമുണ്ട് ഈ വാഴ ഇനത്തിൽ? വാഴ ഇനത്തിൽ ഇപ്പോൾ 50ഓളം വിഭാഗങ്ങളിൽ ഉള്ള 50ഓളം വിഭാഗങ്ങളിലായിട്ട് 1000-ലധികം ഇനങ്ങൾ ഉണ്ട്. ഇതിൽ കേരളത്തിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ 40-ലധികം ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനി നേന്ത്രൻ ഇനങ്ങളാണ്. ഇപ്പം അതിനകത്ത് പഴവിളയായിട്ടും അതുപോലെ തന്നെ കറിക്ക് ഉപയോഗിക്കുന്ന 2 തരത്തിലാണല്ലോ നമ്മൾ വാഴ ഇനങ്ങളെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഇനങ്ങളെക്കുറിച്ച് മേഡം ഒന്ന് വ്യക്തമാക്കാമോ? ഇപ്പോൾ ഒരു വിഭാഗം കൂടിയുണ്ട്. അതായത് പഴത്തിനുപയോഗിക്കുന്നത്, കറിക്കുപയോഗിക്കുന്നത്, രണ്ടിനും കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പഴത്തിനുപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പ്രധാനമായി നേന്ത്രൻ ഇനങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്നിരുന്ന പാളയംകുടൻ, പൂവൻ, റോബസ്റ്റ അങ്ങനെയുള്ള ഒട്ടനവധി ഇനങ്ങൾ, കുന്നൻ, ചാരപ്പടത്തി എന്ന് തുടങ്ങിയ ഒട്ടനവധി ഇനങ്ങൾ പഴത്തിന് അനുയോജ്യമാണ്. അതുപോലെ തന്നെ കറിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇനങ്ങളുണ്ട്. അപ്പോൾ അതിൽ പാളയംകുടൻ ഇപ്പോൾ പഴത്തിനും ഉപയോഗിക്കാം, കറിക്കായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് മൊന്തൻ, ബത്തീസ, കാഞ്ചികേല തുടങ്ങിയ പേയൻ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഇനങ്ങൾ നമ്മൾ കറിക്കായ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു പഴവിഭാഗം കാവൻഡിഷ് വിഭാഗമാണ്. അപ്പോൾ കാവൻഡിഷ് വിഭാഗങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ അധികമായി പഴത്തിന് ഉപയോഗിക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലുള്ള മൊത്തം സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ഉൽപ്പാദനം അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത ഏത് ലെവലിലാണ് നിൽക്കുന്നത്? കേരളത്തിലെ പൊതുവെ ഉൽപ്പാദനക്ഷമത കുറവാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൽ നമ്മൾ 50% വാഴക്കൃഷിയുടെ 50% നേന്ത്രൻ ഇനങ്ങളാണ്. ഈ നേന്ത്രൻ ഇനങ്ങൾക്ക് പൊതുവെ ഉൽപ്പാദനക്ഷമത കുറവാണ്. അതുപോലെ തന്നെ രോഗകീട ആക്രമണം ഇതിന് കൂടുതലാണ്. എന്നാലും കേരളത്തിൻ്റെ തനതായ വിള തന്നെയാണ് നേന്ത്രൻ. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് ഉൽപ്പാദനക്ഷമതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവിടെ കാവൻഡിഷ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് നൈൻ പോലുള്ള ഇനങ്ങൾക്ക് ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവർ കുറേയും കൂടെ ശാസ്ത്രീയമായി പ്രിസിഷൻ ഫാമിംഗ് പോലുള്ള ശാസ്ത്രീയമായ കൃഷി രീതികളാണ് അവലംബിച്ചുകൊണ്ട് ഉൽപ്പാദനം കൂട്ടുന്നുമുണ്ട്. മേഡം, ഈ കാവൻഡിഷ് ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നേന്ത്രനെ അപേക്ഷിച്ച് കാവൻഡിഷ് ഇനങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണ്? അതായത് കാവൻഡിഷ് ഇനങ്ങൾക്ക് നേന്ത്രന് ഉൽപ്പാദനക്ഷമത കുറവാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ സ്വതസിദ്ധമായ രീതി അങ്ങനെയാണ്. പക്ഷേ കാവൻഡിഷ് ഇനങ്ങൾക്ക് ജനിതകമായിട്ട് തന്നെ ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴുത്ത് കഴിഞ്ഞാൽ പഴം കൊലകളിൽ നിന്ന് എളുപ്പം അടർന്നു വീഴും. അതുകൊണ്ട് തന്നെ പഴുക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവ വെട്ടിയെടുത്ത് അതിനെ പഴുപ്പിക്കുന്ന രീതികൾ അവലംബിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നത് കാവൻഡിഷ് ഇനങ്ങളുടെ. അതുപോലെ തന്നെ രൂപത്തിലും അതുപോലെ തന്നെ രുചിയിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരുപാട് ഇനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് മേഡം ഒന്ന് വ്യക്തമാക്കാമോ? ആ വ്യത്യാസങ്ങൾ എങ്ങനെയാണ്? വ്യത്യാസം എന്ന് പറയുമ്പോൾ നേന്ത്രൻ ഇനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം. നേന്ത്രനിൽ തന്നെ 10 തരം ഇനങ്ങളുണ്ട്. നേന്ത്രൻ തന്നെ 10 തരത്തിലുള്ള നേന്ത്രൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നേന്ത്രൻ ഇനങ്ങൾ കൊണ്ടുവന്ന് പരീക്ഷിച്ചതിൽ നിന്ന് 10 വിവിധ തരങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മേഡം, നമുക്ക് ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. കൃഷിദർശനിലേക്ക് സ്വാഗതം. ചോദ്യം ചോദിച്ചോളൂ. അതെ, എന്റെ പേര് സബീഷ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ വടവലൂരിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ ചോദ്യം ഇതായിരുന്നു. അതായത് ഞാൻ കണ്ണാറയിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തതാണ്. ഞാൻ വീട്ടില് ഒരു 50 സെന്റ് ഞാലിപ്പൂവൻ കൃഷി ചെയ്യുന്നുണ്ടേ. പറഞ്ഞോളൂ. അതിനോടൊപ്പം തന്നെ ഈ പൊട്ടിലെന്ന് പറഞ്ഞൊരു വെറൈറ്റി ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വെറൈറ്റി അത് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പൊ അതിന് മതിയ സീഡ്സ്, അതായത് അവിടെ തൈകൾ ലഭ്യമാണോ, അത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ എത്രത്തോളം വിളവ് കൂടുതൽ കിട്ടും എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. പൊപ്പോലു കേരളത്തിന് അനുയോജ്യമായ ഒരു ചെറു പഴയിനം തന്നെയാണ്. ഈ പൊപ്പോലുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പഴത്തിനു പറ്റും, കറിക്ക് പറ്റും, കൂടാതെ നേന്ത്രൻ്റെ പോലെ തന്നെ അത് ചിപ്സ് ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പൊടി വളരെ നല്ലതാണ്, മറ്റ് പലഹാരങ്ങളിലൊക്കെ തന്നെ ചേർക്കുന്നതിന് ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത് പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കേരളത്തിനായിട്ട് പുറത്തിറക്കിയ ഒരു ഇനം തന്നെയാണ്. ഇതിൻ്റെ ടിഷ്യൂ കൾച്ചർ തൈകൾ, കാരണം പെട്ടെന്ന് നമുക്കൊരു ഇനം ഉരുത്തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വൻതോതിലുള്ള നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഇതിൻ്റെ ടിഷ്യൂ കൾച്ചർ തൈകൾ ലഭ്യമാക്കുന്നുണ്ട്, കർഷകർക്ക് ലഭ്യമാണ്. ഉണ്ടായിരുന്നില്ല മാഡം, അതുകൊണ്ടാണ് ഇനി ധാരാളം കിട്ടുമോ, ഞാൻ ഒരു 50 സെന്റ് കൂടെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ലഭിക്കും അല്ലേ? അത് എത്രത്തോളം വിളവ് ഉണ്ടാവും മാഡം? വിളവ് ഇതിന് നല്ല വിളവാണ്. 20-25 കിലോ വിളവ് ലഭിക്കുന്നുണ്ട്. 25 കിലോ അല്ലേ? മാർക്കറ്റ് റേറ്റ് നേന്ത്രന്റെ അതേ വില കിട്ടുമോ? ഇല്ല, മാർക്കറ്റിൽ ഇത് നേന്ത്രന്റെ അതേ വില നമ്മുടെ കേരളത്തിൽ ഇതിന് ലഭിക്കില്ല, എങ്കിലും ഒരു 30-40 റേഞ്ചിൽ ലഭിക്കാറുണ്ട്. 40 റേഞ്ച്. ഞാൻ നല്ല ടേസ്റ്റ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് മാഡം. അത് നേന്ത്രന്റെ അതേ ക്വാളിറ്റി ആയിരുന്നു, അതേ ടേസ്റ്റ് ആയിരുന്നു. അതേ ടേസ്റ്റ് ആണ്. കൂടാതെ ഇത് മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന്, ഇപ്പം ജാം ഉണ്ടാക്കുന്നതിന് നല്ലതാണ്. ഫിഗ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ ഒരു പഴ ഉൽപ്പന്നമുണ്ട്, അതുണ്ടാക്കുന്നതിന് അനുയോജ്യമാണ് പൊപ്പോലു. അതെയോ? ഓക്കെ ഓക്കെ, താങ്ക്സ് മാം. ഹലോ, ചോദ്യം ചോദിച്ചതിന് നന്ദി സതീഷ്. വീണ്ടും വിളിക്കണം. വിളിക്കാം മാഡം. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഇപ്പം സതീഷ് പറഞ്ഞ പോലെ തന്നെ നേന്ത്രന്റെ തന്നെ ഒരുപാട് ഇനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ നേന്ത്രൻ ഇനങ്ങൾ വരുന്നത്? നെടുനേന്ത്രൻ, അതാണ് സർവ്വസാധാരണം. പിന്നെ ചങ്ങാലിക്കുടൻ, അതാണ് കാഴ്ചക്കൊല എന്ന് പറയുന്നത്. മഞ്ചേരി നേന്ത്രനുണ്ട്, അത് തന്നെ ഒരു 2 തരത്തിൽ ഉണ്ട്. അത് ചിപ്സ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആറ്റുനേന്ത്രൻ, നല്ല ഉയർന്ന വിളവ് തരുന്നത്. മിൻറ്റോളി എന്ന് പറയുന്നതാണ് ഈ ക്വിൻ്റൽ നേന്ത്രൻ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ വിവിധ നേന്ത്രൻ ഇനങ്ങൾ നമുക്കുണ്ട്. മാഡം, അതിൻ്റെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമെങ്കിൽ പ്രേക്ഷകർക്ക് ഏറ്റവും എളുപ്പമായിരുന്നേനെ. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. ഇതാണ് നേന്ത്രനിൽ കാണുന്ന വൈവിധ്യം. ഇത് ചങ്ങാലിക്കുടനുണ്ട്, ഇതിൽ മഞ്ചേരി നേന്ത്രനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാൻസിബാർ എന്ന് പറഞ്ഞിട്ട്, ഇതാണ് കാഴ്ചക്കൊലയ്ക്കായിട്ട്. ഈ കാഴ്ചക്കൊലയ്ക്ക് എന്താ പ്രത്യേകത? അത് നല്ല വലിയ കായ്കൾ, വലിയ കൊലയായിരിക്കും. പിന്നെ കുടപ്പൻ നല്ല പോലെ നീണ്ട് നല്ല ഭംഗിയുള്ള ആകൃതിയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ കാഴ്ചക്കൊലയുടെ ഒരു ഇതം. ഇത് മറ്റ് ഇനങ്ങളെക്കുറിച്ച്. മാഡം, ഈ കാഴ്ചക്കുലകളും അതുപോലെ തന്നെ നെടുനേന്ത്രനൊക്കെ പറഞ്ഞു, ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ, അതായത് കഴിക്കാനുള്ള രുചിയിൽ വ്യത്യാസമുണ്ടോ, ചിപ്സ് ഉണ്ടാക്കാനുള്ള വ്യത്യാസമുണ്ടോ, അത് എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം? അതായത് അതിൻ്റെ പടലകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. അതിനൊക്കെ ഉപരി കഴിക്കാനുള്ളതിൽ നെടുനേന്ത്രൻ ശരിക്കും നല്ല പഴം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചിപ്സ്, വട്ടത്തിലുള്ള ചിപ്സ് ഉണ്ടാക്കാനാണ് നെടുനേന്ത്രൻ നല്ലത്. അതേസമയം ചങ്ങാലിക്കുടത്തിൻ്റെ പഴത്തിനേക്കാൾ സ്വാദ് ശരിക്കും ഉപ്പേരി, അതിൻ്റെ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുമല്ലോ, അതിന് നല്ലതാണ്. കാരണം നല്ല മുഴുത്ത ശർക്കര വരട്ടി ലഭിക്കും. അതിൻ്റെ ആ കുടപ്പനും വ്യത്യാസമുണ്ടോ? കുടപ്പനും വ്യത്യാസമുണ്ട്. നമുക്ക് കാഴ്ചയിൽ അത് നന്നായിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചയിൽ വ്യത്യാസങ്ങൾ തിരിച്ചറിയാം. ഈ നേന്ത്രൻ ഇനങ്ങളിൻ്റെ എല്ലാം നേന്ത്രൻ ഇനങ്ങളാണ്, അതിലുള്ള വ്യത്യാസം നമുക്ക് പ്രകടമാണ്. അതിനകത്ത് ആദ്യത്തേതാണ് കാഴ്ചക്കൊല, ചങ്ങാലിക്കോടൻ. ഇത് അതിൻ്റെ വലിയ രൂപമാണ്. ഇത് ചങ്ങാലിക്കോടൻ കാഴ്ചക്കൊല. അതിൻ്റെ ആ കളറിന് വ്യത്യാസമുണ്ട്. വളരെ ആകർഷകമാണ്. അത് കണ്ടാൽ തന്നെ, അത് ഗുരുവായൂരൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇത്. ഇതിന് എത്ര മാസം, ഓരോന്നിനുമുള്ള ഓരോ മാസങ്ങളുടെ കൃഷി ചെയ്യേണ്ട മാസങ്ങളുടെ കണക്കൊന്നും? അതായത് കേരളത്തിലെ നേന്ത്രൻ കൃഷി എന്ന് പറയുന്നത് ഓണത്തിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പഴത്തിന് ആവശ്യമായിട്ടായാലും ചിപ്സിന് ആവശ്യമായിട്ടായാലും ധാരാളം നേന്ത്രൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ നെടുനേന്ത്രൻ, ചങ്ങാലിക്കുടൻ, മഞ്ചേരി നേന്ത്രൻ, ഈ ഇനങ്ങളെല്ലാം 9 മുതൽ 10 മാസത്തിനിടയ്ക്ക് വിളവെടുക്കും. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വെച്ചാൽ നെക്സ്റ്റ് ഒരു ഓണ സീസൺ ആകുമ്പോഴേക്കും നമുക്കിത് ലഭിക്കും. എന്നാൽ നമുക്ക് കേരളത്തിൽ പല സമയത്തും ഈ നേന്ത്രൻ ആവശ്യമുണ്ട്. അതായത് മുഴുവൻ വർഷങ്ങളിലും നമുക്ക് ലഭിച്ചാൽ നല്ലതാണ്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് കുറച്ചും കൂടി വിളവ് എടുക്കാൻ ദൈർഘ്യം വരുന്ന ആറ്റുനേന്ത്രൻ, മിൻറ്റോളി തുടങ്ങിയ ഇനങ്ങൾ 13-14 മാസത്തിൽ വിളവെടുക്കുക. അപ്പോൾ റൗണ്ട് ദ ഇയർ മുഴുവൻ സമയത്തും ലഭിക്കത്തക്ക വിധത്തിൽ പല മാസങ്ങളിലായിട്ട് നേന്ത്രൻ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇനങ്ങളിലെ വൈവിധ്യം
വിളവെടുക്കാനുള്ള സമയം ക്രമീകരിച്ചുകൊണ്ട് തന്നെയുള്ള വ്യത്യാസമുള്ള ഇനങ്ങളും കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഏതിനമാണ് വരുന്നത്? ഇതിപ്പം ഈ ആറ്റുനേന്ത്രൻ തന്നെയാണ്. മിൻറ്റോളി ആറ്റുനേന്ത്രനും ഏകദേശം ഒരുപോലെയാണ്. മിൻറ്റോളിക്ക് കുറച്ചും കൂടെ കൂടുതലാണ്. അതിന്റെ പരിചരണത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതെ, അതിപ്പോൾ നേന്ത്രൻ നമുക്ക് സാധാരണമായ ഒരു പരിചരണം തന്നെ കൊടുത്താൽ മതി. പക്ഷെ അതേസമയം ഈ മിൻറ്റോളി ആറ്റുനേന്ത്രൻ എന്നൊക്കെ പറഞ്ഞ് 13-14 മാസം കൊണ്ട് വിളവെടുക്കുന്നതിന് കായകൾ നല്ല തുടം വരണമെങ്കിൽ നല്ല പരിചരണം തന്നെ ആവശ്യമാണ്. നല്ല ജലസേചനം ആവശ്യമാണ്, നല്ല വളപ്രയോഗം ആവശ്യമാണ്. കാരണം അതിൻ്റെ തൊലിക്ക് അല്പം കട്ടി കൂടുതലാണ്. കഴിക്കുന്നതിന് വ്യത്യാസമുണ്ടോ? നിറത്തിൽ വ്യത്യാസമുണ്ടോ? അതിന്റെ കാമ്പിന്റെ നിറത്തിൽ വ്യത്യാസം? കാമ്പിന്റെ നിറത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന നേന്ത്രൻ ഇനങ്ങളിൽ തന്നെ ചിലതിനൊരു ചെറിയ ചുമന്ന കളർ, അതായത് ചിലത് വെളുത്ത കാമ്പോട് കൂടി, ചിലത് ഒരു ചെറിയ മഞ്ഞ കളറും ചുവപ്പും. നല്ല പഴുത്ത് കഴിഞ്ഞ പഴങ്ങളാണെങ്കിൽ ഏകദേശം നിറം ഒരുപോലെ തന്നെ ഇരിക്കും. കാമ്പിന്റെ നിറം വ്യത്യാസം വരുന്നുണ്ട്. ഇല്ല, ഇപ്പൊ നെടുനേന്ത്രനൊക്കെ ആണെങ്കിൽ നല്ല കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഓറഞ്ചും കലർന്ന ഒരു ചുമപ്പ് നിറം കുറച്ചും കൂടി ആ ഒരു രാശിയിലേക്ക് വരും, ഓറഞ്ച് രാശിയിലേക്ക്. മേഡം, ഇപ്പൊ നേന്ത്രന്റെ ഇനങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ, സാധാരണ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങളും കൃഷി ചെയ്യാൻ ഉതകുന്ന ഇനങ്ങളും ഒന്ന് വ്യക്തമാക്കാമോ? അപ്പം നമ്മളുടെ വീട്ടുവളപ്പുകൾ ഒരു ജനിതക ശേഖരം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ജനിതക വൈവിധ്യം നിലനിർത്തുന്നതിൽ നമ്മുടെ വീട്ടുവളപ്പുകൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാളയൻകുടൻ, പൂവൻ, ഞാലിപ്പൂവൻ, കുന്നൻ, കദളി എന്ന് തുടങ്ങി അനവധി ഇനങ്ങൾ നമ്മുടെ വീട്ടുവളപ്പുകളിൽ തന്നെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വിവിധങ്ങളായ ആവശ്യങ്ങളും നമുക്കുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ ഇതിൽ ഏതിനമാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് നേന്ത്രൻ കഴിഞ്ഞാൽ? ഇപ്പോൾ മുമ്പ് പൂവനായിരുന്നു, പൂവന് നല്ല ഡിമാൻഡായിരുന്നു. പക്ഷേ പൂവൻ ഇപ്പോൾ ഈ പല അസുഖങ്ങൾ വന്നിട്ട്, പ്രത്യേകിച്ചും ഈ ഫിസേറിയം വിൽറ്റ് പോലെ, പനാമ വിൽറ്റ് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് അതിൻ്റെ നഷ്ടം വരുന്നത് കൊണ്ട് എന്നാൽ അതിനെയെല്ലാം ചെറുത്തു നിൽക്കാൻ സാധിക്കുന്ന ഇനമായ ഈ ഞാലിപ്പൂവൻ കൃഷിയിലേക്കാണ് കൂടുതലായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആദായകരമായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം നേന്ത്രനാണോ മറ്റുള്ള ചെറുപഴങ്ങളാണോ, ഏതാണ് കർഷകർക്ക് പ്രയോജനമായിട്ട് വരുന്നത്? നേന്ത്രനാണ് ഇന്ന് കേരളത്തിൽ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ, നേന്ത്രന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു വലിയ ഏരിയയിൽ നമ്മൾ ഈ ചെറുപഴങ്ങൾ വെക്കാതെ നേന്ത്രൻ തന്നെ കൃഷി ചെയ്യുന്നത്. അതേസമയം വീട്ടുവളപ്പുകളിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വാഴയില്ലാത്തൊരു വീട് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീട്ടുവളപ്പിൽ ധാരാളം കൃഷി ഇത് നടക്കുന്നുണ്ട്. പിന്നെ പൂവൻ്റെയും ഞാലിപ്പൂവൻ്റെയും ഒക്കെ ചെറിയ തോതിലുള്ള കൃഷി, പിന്നെ റോബസ്റ്റയാണ് നേന്ത്രനിതര ഇനം നോക്കുകയാണെങ്കിൽ പഴത്തിനായിട്ട് ഉപയോഗിക്കുന്നത് റോബസ്റ്റയും കൃഷിയുണ്ട്. മേഡം, ഇപ്പോൾ ഈ നേന്ത്ര ഇനങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയും അതുപോലെ തന്നെ മാർക്കറ്റും ഉണ്ടല്ലോ. മറ്റ് ദേശത്ത് എന്തുകൊണ്ട് നമുക്ക് നേന്ത്രം പറ്റുന്നില്ല? അല്ലെങ്കിൽ കാലാവസ്ഥ അനുസരിച്ച് ഈ ഇനങ്ങളുടെ കൃഷി രീതികൾ വ്യത്യാസമുണ്ടോ? അതായത് പറ്റായികയല്ല, അതായത് അവിടുത്തെ കൃഷി രീതി അങ്ങനെയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ മുന്നേ നേന്ത്രൻ അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും അതൊരു ഉഷ്ണമേഖല സ്ഥലങ്ങൾക്കാണ്, മിതോഷ്ണ മേഖലയിലും ആണ് ഇതധികം വളരുന്നത് എന്നുള്ള ഒരു വാസ്തവമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നേന്ത്രൻ്റെ ആവശ്യകത നികത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കായകൾ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെയും കൃഷി സാധ്യമാണ്. പിന്നെ മറ്റ് സ്ഥലങ്ങളിലും കൃഷിയുണ്ട്. എങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാൻഡ് നൈൻ പോലുള്ളത് കുറഞ്ഞ മാസം കൊണ്ട് ഉയർന്ന ഉൽപ്പാദനക്ഷമതയിലേക്ക് വരുമ്പോൾ കൂടുതൽ ലാഭം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവിടെ ആ കൃഷി. കേരളത്തിൽ എന്തുകൊണ്ട് ഈ കാവൻഡിഷ് ഇനങ്ങൾക്ക് അധികം പ്രചാരം കിട്ടുന്നില്ല? കേരളത്തിലെ ഡിമാൻഡും നേന്ത്രനാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു കാരണം നമ്മൾ ഓണക്കാലത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ വാഴക്കൃഷി, വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാഴക്കൃഷി പോകുന്നത്. മറ്റിനങ്ങൾ നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതുപോലെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലുള്ള വിവിധമായ ഇനങ്ങൾ നമുക്കുണ്ട്. റോബസ്റ്റ, ചെറുകായകളുണ്ട്, കുന്നൻ. ഇപ്പം ഈ കുന്നൻ കായ നമ്മൾ നേരത്തെ കാണിക്കാം. കുള്ളൻ കർപ്പൂരവള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇനുണ്ട്. അതായത് അത് കാവൻഡിഷ് വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഡ്വാർഫ് കാവൻഡിഷ് വിഭാഗത്തിൽ തന്നെ ഡ്വാർഫ് കാവൻഡിഷ്. അപ്പോൾ കർപ്പൂരവള്ളി കുറച്ചും കൂടിയും ഉയരം കൂടിയ ഇനാണ്, ഉൽപ്പാദനക്ഷമത കുറവാണ്. അപ്പോൾ കുള്ളൻ കർപ്പൂരവള്ളി ആവിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാഴകൾക്ക് നല്ല കനമുണ്ട്, ഇലകൾ വളരെ അടുത്തടുത്താണ്, പൊക്കം കുറവാണ്, ഒരു 2-2.5 മീറ്റർ ഉയരത്തിൽ നിൽക്കുള്ളൂ. ഇതിൻ്റെ കൊല നിലത്ത് മുട്ടും ഏകദേശം. അപ്പം നല്ല വിളവും തരും.
അപ്പൊ അങ്ങനെ ഒരു കൊല ഏകദേശം എത്ര കിലോ വരും? 30-35 കിലോ വിളവ് വരും. അപ്പൊ നല്ല വില. മൂന്നാമത്തെ ഇനം കാണിച്ചിരിക്കുന്നത് ചെങ്കദളിയാണ്. അത് ഇവിടെ ഈ തെക്കൻ ജില്ലകളിൽ ഉള്ള പ്രത്യേകതയാണ് ചെങ്കദളി. ചെങ്കദളിക്ക് കുറച്ച് സമയദൈർഘ്യം കൂടുതലാണ് വിളവെടുക്കാൻ, എന്നാലും വളരെ ആകർഷകമായ പഴമാണ്, സ്വാദുണ്ട്. ഇത് ജാം ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. കൃഷിദർശനിൽ ഒരു ചെറിയ ഇടവേള. കൃഷിദർശനം തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30-നും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05-നും.